നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മെയ് 21, 22 തീയതികളിൽ തുലാം രാശിക്ക്, തുലാം ലഗ്നത്തിനും നേട്ടങ്ങളുടെ ഘോഷയാത്ര പ്രതീക്ഷിക്കാം. പക്ഷേ എന്തൊക്കെ നേട്ടങ്ങളാണ് വരാൻ പോകുന്നതെന്നുള്ളതല്ല ഞാൻ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഈ നേട്ടങ്ങൾ നമുക്ക് എങ്ങനെ നേടാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ, തുലാം രാശി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖം ആദ്യം 3 പാദം. ഓക്കെ, ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുകയാണെങ്കിൽ മെയ് 20 രാത്രി 10:38 PM മുതൽ മെയ് 23 വെളുപ്പിന് 2:08 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 7 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽപ്പുണ്ട്, 2 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ ശരി തന്നെ. ഇടിവെട്ട് സൗഭാഗ്യമെന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഏതാണ്ട് 99.9 പേർക്കും ഇടിവെട്ട് മാത്രമേ കിട്ടത്തുള്ളൂ, സൗഭാഗ്യം കിട്ടാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ട്, എങ്ങനെ ഈ സൗഭാഗ്യം നേടിയെടുക്കാം എന്നുള്ളതാണ് ഞാനത് പ്രധാനമായിട്ടും പറയുന്നത്. ആദ്യം 1-2 ഈ പ്രതികൂലമായിട്ടുള്ള ഗ്രഹങ്ങളുടെ കാര്യം പറയാം. ചൊവ്വ പ്രതികൂലമാണ്. ഓക്കെ, 7ാം ഭാവത്തിലാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സൂര്യനും പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം, അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. ഓക്കെ, വാഹനമൊക്കെ സൂക്ഷിച്ച് ഓടിക്കുക. അത് ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും എല്ലായ്പ്പോഴും വാഹനമൊക്കെ സൂക്ഷിച്ച് തന്നെ ഓടിക്കുക. ഓക്കെ, അപ്പോൾ അതിന് പരിഹാരം എന്തൊക്കെയാണ്? നിരവധി പരിഹാരങ്ങളുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ള പരിഹാരമാണ് ഞാൻ പറയുന്നത്. ചൊവ്വാഴ്ച പറ്റുമെങ്കിൽ വ്രതമെടുത്ത് മുരുകന്, അതായത് സുബ്രഹ്മണ്യന് പാലഭിഷേകം അല്ലെങ്കിൽ ഭസ്മാഭിഷേകം നടത്തുക. 10-30 രൂപ പോക്കറ്റിൽ ഇല്ലെങ്കിൽ അത് നടത്തണമെന്നില്ല, പക്ഷേ ക്ഷേത്ര ദർശനം നടത്തിയിരിക്കണം. ഓക്കെ, പിന്നെ നമുക്ക് ഞായറാഴ്ച സൂര്യൻ പ്രതികൂലമാണ്. അപ്പോൾ ഞായറാഴ്ച ശിവന് ഒരു ജലധാര നടത്തുക. അതും നമുക്ക് പൈസ പോക്കറ്റിലില്ലെങ്കിൽ, സിനിമ കാണാനൊക്കെ നമുക്ക് പൈസ ഉണ്ടാവും, പക്ഷേ ചിലപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ പൈസ കാണത്തില്ല, കുഴപ്പമില്ല. വഴിപാട് നടത്തണമെന്നില്ല, പക്ഷേ ദർശനം നടത്തുക. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ, അതായത് വെറുതെ അല്ല, ശിവൻ മാത്രമുള്ളതല്ല, മറിച്ച് ശിവനും പാർവതിയും കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. ഓക്കെ, കാര്യം നമ്മളെല്ലാവരും 99% പേരും കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ ശിവനെയും പാർവതിയാണ് നമ്മൾ പ്രധാനമായിട്ടും എല്ലാ ദിവസവും ദർശനം നടത്തുന്നത്. തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ ഗണപതി കാണും. ഗണപതിയെ തൊഴുതിട്ട് ശിവനും പാർവതിക്കും വഴിപാട് നടത്താൻ പറ്റുന്നെങ്കിൽ വഴിപാട് നടത്തുക. തീർച്ചയായിട്ടും ഓം നമഃ ശിവായ എന്ന മന്ത്രം ചൊല്ലുക, ക്ഷേത്രം തുറന്നിരിക്കുന്ന മുഴുവൻ സമയവും. ഓക്കെ, ഇത് എങ്ങനെ ഈ സൗഭാഗ്യം നേടിയെടുക്കാമെന്നുള്ള കാര്യമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് സംഭവം നിരവധി കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. ഇത് 21, 22 തീയതികളുടെ ആണ് പറയുന്നത്. പക്ഷേ 23, 24 ഒക്കെ അനുകൂലമാണ്. കാരണം ചന്ദ്രൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ 21, 22 തീയതികളിൽ സ്വക്ഷേത്രത്തിൽ, കർക്കിടക രാശിയിൽ സ്വക്ഷേത്രത്തിൽ 10ാം ഭാവത്തിൽ, നിങ്ങളുടെ കർമ്മഭാവത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് 23, 24 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് ചിങ്ങൻ രാശിയിൽ വരും. ഓക്കെ, അപ്പോൾ അവിടെ അതും നല്ലതാണ്. അതായത് നല്ലതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇടിവെട്ട് സൗഭാഗ്യമാണ്.
21, 22, 23, 24 തീയതികളിൽ ഇടിവെട്ട് സൗഭാഗ്യം. മെയ് 23 നമ്മുടെ ബമ്പർ ഉണ്ട്, അതുൾപ്പെടെയാണ് പറഞ്ഞേക്കുന്ന ഇടിവെട്ടെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഫലം ഇതാണ്: ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷെ അത് എങ്ങനെ ചുമ്മാ ഒന്നും നടക്കത്തില്ല, കുറേ കാര്യങ്ങളുണ്ട്. അത് ദയവ് ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് പറയട്ടെ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഇതാണ്: നിങ്ങൾ തുലാം രാശി ആണെങ്കിലും ലഗ്നം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളുടെ കൂട്ടത്തിൽ എന്നോട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഫോൺ വിളിക്കരുത് ദയവ് ചെയ്ത്, നടക്കത്തില്ല, കാര്യം എടുക്കാൻ പറ്റത്തില്ല, കാരണം ഫുൾ ടൈം ഞാൻ ബിസിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക്. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഓക്കെ, കാരണം സർപ്പവും ശിഖയും അനുകൂലമാണ്. ഓക്കെ, ശനി അനുകൂലമാണ് കുറേ കാലമായിട്ട്, പക്ഷേ നിങ്ങൾക്ക് കാര്യം നടക്കുന്നില്ല. ഭൂരിപക്ഷം പേർക്ക് കാര്യം നടക്കുന്നില്ല. ഓക്കെ, ഇടിവെട്ട് മാത്രമേ ഉള്ളൂ, സൗഭാഗ്യമില്ല. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ പുറകെ പറയുന്നുണ്ട്. അതാണ് പ്രധാനമായിട്ട് കേൾക്കേണ്ടത്. ഓക്കെ, ശനി അനുകൂലമാണ്. 6ാം ഭാവത്തിൽ നേട്ടങ്ങളുടെ ഘോഷയാത്ര വരേണ്ടതാണ്. ഓക്കെ, ഇനി ഒരു 1.25 വർഷവും കൂടെ. ഓക്കെ, അപ്പോൾ സർവകാര്യ വിജയമാണ് ശനി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഗ്രഹനിലയിലും ഇതൊക്കെ അനുകൂലമായിരിക്കണം, എങ്കിലേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നേട്ടം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ടെന്ന് ഞാൻ പറയുന്നു. അതിപ്പോൾ നമ്മുടെ സർപ്പം അഥവാ ശിഖി നിങ്ങളുടെ ഗ്രഹനിലയിലും അനുകൂലമായിരിക്കണം. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയാം, എൻ്റെ സർപ്പം അഥവാ രാഹു നിൽക്കുന്നത് പ്രതികൂലമായിട്ടാണ്. എനിക്ക് ലോട്ടറി അടിക്കാനുള്ള സാധ്യത കുറവാണ്. ശനി നിങ്ങളുടെ ഗ്രഹനിലയിൽ അനുകൂലമാണെങ്കിൽ കൂടുതൽ നേട്ടം ഉണ്ടാവും. അത് തന്നെ ശനിദശയാണെങ്കിൽ അതിൽ കൂടുതൽ നേട്ടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഈ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ജ്യോതിഷത്തിൽ താല്പര്യം എടുത്ത്, ഞാൻ ശരിക്കും പറയാം ബേസിക്കലി ഞാൻ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിൽ ബിരുദമുള്ള ആളാണ്. ഓക്കെ, ബിസിനസ്സാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ അപ്പൂപ്പൻ, അതായത് അച്ഛൻ്റെ അച്ഛൻ, ഗ്രാൻഡ് ഫാദർ പ്രൊഫഷണൽ ജ്യോത്സ്യരായിരുന്നു. അതുകൂടാതെ അച്ഛൻ്റെ അതായത് മുത്തച്ഛൻ്റെ കുടുംബം, ഓക്കെ, മേലോട്ട് കുടുംബം, അത് നിരവധി ജ്യോത്സ്യന്മാരുടെ ഒരു കുടുംബമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കുടുംബത്തിലെ നിരവധി ആൾക്കാർ ഇപ്പോഴും പുതിയ തലമുറകളിൽ തന്നെ ഉള്ളവരും ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രൊഫഷൻ എന്നുള്ള രീതിയിലല്ല ഞാൻ ഇത് നടത്തുന്നത്, പക്ഷേ പാരമ്പര്യമായിട്ട് ഞങ്ങൾ ജ്യോതിഷ കൈകാര്യം ചെയ്യുന്നവരാണ്. പണ്ടത്തെ കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ജ്യോതിഷവും നാട്ടുവൈദ്യമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുന്നു. ഞാൻ തുലാം രാശിയാണ്, പക്ഷേ കർക്കിടക ലഗ്നമാണ്. അപ്പോൾ അതും എന്നെ ബാധിക്കും. ഓക്കെ, ലഗ്നം ഏതാണോ ആ രാശിയുടെ ഫലവും നമുക്ക് അനുഭവവേദ്യമാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഞാനുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ സംഭവം ഈ കാര്യങ്ങളൊക്കെ എനിക്ക് നടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ 64 വയസ്സുണ്ട്. കൃത്യമായിട്ട് ഏകദേശം കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്കുള്ള കാര്യം പറയാം. പുതുതായിട്ട് 2 കാറുണ്ട്, 2 വീടുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, സ്വർണ്ണമൊക്കെ ഈ പറഞ്ഞതൊക്കെ നേരത്തെ ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് സ്വർണത്തിലും നിക്ഷേപങ്ങളുണ്ട്. അത് ഡിജിറ്റൽ ഗോൾഡ്, പിന്നെ ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപങ്ങളുണ്ട്. ഓക്കെ, പിന്നെ
തെങ്ങും പുരയിടങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നു. എന്നിട്ടും എന്തിനാണ് ഈ ജ്യോതിഷം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പണവും ജ്യോതിഷത്തിൽ നിന്ന് ഈ ദക്ഷിണ വഴി കിട്ടുന്ന ഇതും, അത് ശരിക്കും പറഞ്ഞാൽ ദക്ഷിണ വലിയ രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ന് പറയുമ്പോൾ 5000 രൂപ ദക്ഷിണ അയക്കുന്നവരുണ്ട്. വെളി രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമൊക്കെ വരുന്നതാണ്. അമേരിക്ക, ഇംഗ്ലണ്ട്, ജർമ്മനി, ഓസ്ട്രേലിയ, പിന്നെ ഗൾഫ് നാടുകൾ എല്ലാം, ഖത്തറും കുവൈറ്റും എല്ലാം അവിടെ നിന്നൊക്കെ 5000, 2000, 3000 ഒക്കെ എനിക്ക് ദക്ഷിണ കിട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ 100% ഞാൻ ജനനന്മയ്ക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ 64 വയസ്സിനിടയ്ക്ക് ഞാൻ പഠിച്ചത് ഏറ്റവും വലിയ പാഠം ഇതാണ്: പണമല്ല സമ്പാദിക്കേണ്ടത്, പുണ്യമാണ് സമ്പാദിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞാൽ 100% പുണ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ് യൂട്യൂബ് ചാനൽ നടത്തി ജ്യോതിഷപരമായിട്ടുള്ള ഇതൊക്കെ കിട്ടി, ദക്ഷിണയൊക്കെ കിട്ടി, അത് ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് പുണ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ കർമ്മങ്ങൾ ഞാൻ അനുഷ്ഠിക്കുന്നു എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു ആൾക്കാർക്കൊക്കെ. അപ്പോൾ എനിക്ക് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ പ്രത്യേക രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ നിരവധി അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം എനിക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫലങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ബുധനും ശുക്രനും അനുകൂലമാണ്. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനപരം ഉണ്ടാവും. ഓക്കെ. വ്യാഴം 9ാം ഭാവത്തിൽ നിൽക്കുന്നു. ഓക്കെ. അപ്പോൾ സർവ്വവിധ സൗഭാഗ്യം, ഏത് കാര്യത്തിനും ഒരു സൗഭാഗ്യം ഉണ്ടാവും. പിന്നെ ഈ ദിവസങ്ങളിൽ, ഈ 4 ദിവസവും 21, 22, 23, 24 തീയതികളിൽ ചന്ദ്രനും അനുകൂലമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഫലങ്ങൾക്കെല്ലാം തന്നെ ബേസിക്കായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ 7 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഞാൻ ടൈറ്റിലിൽ ഇടിവെട്ട് സൗഭാഗ്യം ഒഴിവാക്കിയാണ്. കാര്യം അത് ക്ലീഷേ ആവുന്നു. അതുകൊണ്ടാണ് ഇടിവെട്ട്. അതിപ്പോൾ തൽക്കാലം പൊതുവെ ഞാൻ ഉപയോഗിക്കുക, പ്രത്യേകിച്ച് തുലാം രാശിക്ക്. കാര്യം കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ ചാനലിൽ ഇടിവെട്ട് സൗഭാഗ്യമായിട്ട് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. എനിവേ, അപ്പോൾ സംഭവം ഇതാണ്, ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്കുണ്ട്. അതായത് ഞാൻ പറയുന്നത്, നിങ്ങൾക്കൊരു ബെൻസ് കാറ്, പുത്തൻ രജിസ്റ്റേർഡ് കാറ് നിങ്ങളുടെ വീടിന് മുമ്പിൽ പാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന് താക്കോല് വേണം. അത് ഈശ്വരൻ്റെ കയ്യിലായിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈശ്വരൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കാം, ഈശ്വര, ആ താക്കോലിഞ്ഞെത്താ, ഞങ്ങൾ കൊടൈക്കനാലിലൊക്കെ ഒന്ന് പോയിട്ട് വരട്ടെ. ഗുരുവായൂരൊന്നുമല്ല, കൊടൈക്കനാലിൽ പോയിട്ട് വരാം. അവരുടെ സ്വാഭാവികമായിട്ട് ഈശ്വരൻ പറയും പോയി പണി നോക്കാൻ. അവിടെ നിങ്ങൾ പറയും, ആഹാ വെളിച്ചം ചാനലിൽ പറഞ്ഞല്ലോ ഇടിവെട്ട് സൗഭാഗ്യമാണ്, താക്കോലിട്. അങ്ങനൊന്നും ചോദിച്ചാൽ ഒന്നും കിട്ടത്തില്ല. അത് ചോദിക്കേണ്ട രീതി ചോദിക്കണം. ആദ്യം മനുഷ്യന് വേണ്ടത് എളിമയാണ്, വിനയമാണ്, അല്ലാതെ ധാർഷ്ട്യമല്ല. ഓക്കെ. നമ്മൾ ഇച്ചിരി അല്പം നമ്മുടെ വി.ഡി. സതീശൻ്റെ പെരുമാറ്റമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു, കൂടുതൽ കാര്യങ്ങളായിട്ടും വ്യക്തമായിട്ടും മനസ്സിലാക്കുന്നു. ഇപ്പോൾ എളിമ വേണം, ആദ്യം വിനയം വേണം. നമ്മൾ എല്ലാവരും 100% പേരും വട്ടപൂജ്യങ്ങളാണെന്ന് മനസ്സിലാക്കുക, തിരിച്ചറിയുക. ആ വട്ടപൂജ്യങ്ങളായ നമ്മൾ ചെന്ന് ഈശ്വരൻ ആരാണ്?
എൻ്റെ കാര്യം ഞാൻ പറയാമല്ലോ, എനിക്കറിയത്തില്ല. ആ ഘനഗംഭീരമായ വ്യക്തിത്വത്തിൻ്റെ ഒരംശം പോലും എനിക്കറിയില്ല. ഈശ്വരൻ ആരാണ്? ഏകദേശം എനിക്കറിയാവുന്ന ഒരു സങ്കല്പം പറയാം. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവാണ് ഈശ്വരൻ. ആ ഈശ്വരനെടുക്കെ ചെന്ന് നമ്മൾ വട്ടപൂജ്യം ചോദിക്കുക, ആ താക്കോൽ ഞാൻ എടുത്തേരെ എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ തലയ്ക്ക് ഇട്ട് അടിയും തരും. അപ്പോൾ എന്നിട്ട് സംഭവം നമുക്ക് ബെൻസ് കാറുണ്ട്, ഓക്കെ, താക്കോൽ ചോദിക്കേണ്ട രീതി പറയാം. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു ഐഡിയ പറയാം. ഏകദേശം ഐഡിയയേ ഉള്ളൂ. പൂർണ്ണമായിട്ട് പോയിട്ട് 1% പോലും ഈശ്വരൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ നമ്മൾ ആയിട്ടില്ല. നമ്മൾ വെറും നിസ്സാരന്മാരായ മനുഷ്യരാണ്. ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ് ഈശ്വരൻ. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമിയും സൂര്യനും മാത്രമല്ല, ഈ സൗരയൂഥം പോലും, സോളാർ സിസ്റ്റം പോലും ഗാലക്സിയെ വെച്ച് നോക്കുമ്പോൾ, ആകാശഗംഗയെ വെച്ച് നോക്കുമ്പോൾ നിസ്സാരമാണ്. എത്ര ഗാലക്സിയുണ്ട്? ശാസ്ത്രം, സയൻസ് തല കുത്തി നിന്നിട്ട് നടക്കുന്നില്ല. ഇതിൻ്റെ അതിരുകൾ എവിടെയാണ്? എത്ര ഗാലക്സി ഉണ്ട്? ഇതിൻ്റെ അതിരുകൾ എവിടൊക്കെയാണ്? ഇതിൻ്റെ ഉത്ഭവം എങ്ങനെയാണ്? ശാസ്ത്രം വലിയ കഥകളൊക്കെ പറഞ്ഞു ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കെട്ടുകഥകളായിട്ട് അധപ്പതിച്ച് കാലത്തിൻ്റെ ചവറ്റുകുട്ടയിൽ വീണിട്ടേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ മനുഷ്യർക്ക്, സയൻസിനും പോലും ഇതിൻ്റെ പൂർണ്ണമായ വലിപ്പം ഊഹിക്കാൻ പോലും പറ്റത്തില്ല. നോക്ക്, കണ്ടുപിടിക്കുന്ന കാര്യം പോട്ടെ, ഊഹിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ ഊഹിക്കാൻ പോലും പറ്റാത്തത്ര ഘനഗംഭീരമായ വലിപ്പമുള്ള പ്രപഞ്ചം സൃഷ്ടിച്ച പ്രപഞ്ച സൃഷ്ടാവിനോട് ഈ ഒരു വട്ടപൂജ്യം ചെന്ന് ചോദിക്കുക. വെളിച്ചം ചാനൽ പറഞ്ഞ് ഇടിവെട്ട് സൗഭാഗ്യമോ, അതുകൊണ്ട് ആ താക്കോലിഞ്ഞെട്. അല്ലെങ്കിൽ ചിലരെന്ന് ചോദിക്കും, ഈ ഘനഗംഭീരമായ അതിരുകൾ ഊഹിക്കാൻ പോലും പറ്റാത്തത്ര വലിപ്പമുള്ള പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനോട് നമ്മൾ ചെന്ന് ചോദിക്കുന്നത് എന്താണെന്നറിയാം? ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട് സംഘടിപ്പിച്ച് തരണേ. അതായത് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവിനെടുക്കാൻ ചെന്ന് ചോദിക്കുകയാണ് നമ്മൾ 2000 സ്ക്വയർ ഫീറ്റ് വീട്. അപ്പോൾ അതിൻ്റെ നിസ്സാരത, നമ്മുടെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കുക. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വെറും വട്ടപൂജ്യങ്ങളാണ്. ഈശ്വരൻ്റെ മൂല്യം എത്രയാണ്? 1,00,000 കോടിയൊന്നുമല്ല, അറിയില്ല. സംസാരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറയാം. 1,00,000 കോടിയാണ് ഈശ്വരൻ്റെ മൂല്യമെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ വട്ടപൂജ്യം കൂടെ ചെന്ന് ചേർന്നാൽ നമ്മുടെയും ഈശ്വരൻ്റെയും കൂടെ ചേർന്ന് 10,00,000 കോടിയായി നമ്മുടെയും ഈശ്വരൻ്റെയും കൂടെയുള്ള ഒരുമിച്ചുള്ള മൂല്യം. അതേസമയം ഈശ്വരൻ്റെ മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് അടയ്ക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വട്ടപൂജ്യങ്ങളാണ്. എവിടെയൊക്കെ ചെന്ന് ചേരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഈശ്വരൻ്റെ കൈ പിടിക്കുക, അല്ലാതെ ഒരു നിവൃത്തിയില്ല. അല്ലാതെ ഒരു സൗഭാഗ്യം കിട്ടാൻ പോകുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ പറയാം. രാവിലെ ഏകദേശം 4 മണിക്ക് എഴുന്നേക്കും. നിങ്ങൾ 4 മണിക്ക് എഴുന്നേക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 5 മണിക്കൊക്കെ എഴുന്നേക്കാം. ഉണരുന്ന ആദ്യ സെക്കൻഡിൽ ഈശ്വരൻ്റെ കൈ പിടിക്കുക. തൊട്ടടുത്ത് ഈശ്വരനുണ്ട് എന്ന് നമ്മൾ കരുതുക. ആ ഈശ്വരൻ പല രൂപത്തിൽ കാണും. അള്ളാവിൻ്റെ രൂപത്തിൽ കാണും, കർത്താവിൻ്റെ രൂപത്തിൽ കാണും, ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ കാണും. അത് ഏതെങ്കിലും ഒരു ഈശ്വരൻ്റെ കൈ പിടിക്കുക. ഓക്കെ, ആദ്യത്തെ സെക്കൻഡിൽ തന്നെ ആദ്യ ഈശ്വരൻ്റെ കൈ പിടിക്കുക. അതിനുശേഷം മതി ബാക്കിയല്ല. ബാക്കി എന്തും, എത്ര വലിയ കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിലും ആദ്യം ഈശ്വരൻ്റെ കൈ പിടിക്കുക. ഞാൻ ഒരു
5:15 ആകുമ്പോഴത്തേക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുന്ന മന്ത്രങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള മന്ത്രങ്ങൾ തന്നെ. എല്ലാ കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിച്ചാലും ആ മന്ത്രങ്ങളെല്ലാം ചൊല്ലിത്തീർക്കാക്കത്തില്ല. അപ്പോൾ സെലക്ട് ചെയ്യാം. ഓക്കെ, സാഗരമാണ് മന്ത്രങ്ങൾ, സാഗരമാണ്. അതിൻ്റെ ഒരു കൈക്കുമ്പിളേ ഞാൻ എടുക്കാറുള്ളൂ. ഓക്കെ, പക്ഷെ അത് ഉണർന്നിരിക്കുന്ന 16 മണിക്കൂറും നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ചുണ്ടുകൾ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഞാൻ സാധാരണ ചൊല്ലുന്ന മന്ത്രം പറയാം. 7 മന്ത്രങ്ങൾ, മൂലമന്ത്രങ്ങളാണ് ഞാൻ സാധാരണ ചൊല്ലുന്നത്. ബാക്കിയൊക്കെ പിന്നീട്. ഓക്കെ, ഒരു 7 മിനിറ്റ് ഞാൻ സാധാരണ രാവിലെ ചെയ്യാറുള്ളൂ. ആദ്യം ഓംകാരം ഒരു 3 തവണ മിനിമം. പിന്നെ ഓം ഗംഗണപതേ നമഃ, നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രങ്ങളൊക്കെ തന്നെ. ഓം ഗംഗണപതേ നമഃ ഒരു 9 തവണ. ഓം നമഃ ശിവായ. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട മന്ത്രം ഏതാണ്? ഓം നമഃ ശിവായ തന്നെ. ഏറ്റവും ചെറു മന്ത്രം, ലളിതമായിട്ടുള്ള. നമ്മൾ വിചാരിക്കും ഇതിനൊന്നും ശക്തിയില്ലെന്ന്. ഈ ലോകം കീഴടക്കാനുള്ള ശക്തിയുണ്ട് ആ മന്ത്രത്തിന്. ഓം നമഃ ശിവായ ഒരു 9 തവണ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ ഒരു 9 തവണ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ഹ്രൂം നമ പരായ ഗോപ്ത്രേ. ഓം വജസ്ഭുവേ നമ. ഓം നാഗരാജായ വിദ്മഹേ പത്മഹസ്തായ ധീമഹി തന്നോ രാഹു പ്രചോദയാത്. 7 മന്ത്രങ്ങൾ. ഇത് മാത്രമാണ് ഞാൻ ചൊല്ലുന്നത്. 9 തവണ വീതം. ഏകദേശം 3-4 മിനിറ്റേ എടുക്കത്തുള്ളൂ. പക്ഷെ അത് കൃത്യസമയത്ത് ചൊല്ലണം. 5:13 5:13, അല്ലെങ്കിൽ 5:31 5:31 ഷാർപ്പ് ടൈം. അത് ഈ ഷാർപ്പ് ടൈം എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയാം. അതായത് നമ്മൾ ഇന്ന് 5:13 പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ 5:13 നമ്മളെവിടെ ആയാലും ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മളുടെ അരികിലെത്തും. അപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓരോരുത്തരൊക്കെ പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ പറയുന്നില്ല. ഓക്കെ, എന്നിട്ട് ഒരു 6 മണിയാകുമ്പോൾ ഞാൻ ക്ഷേത്ര ദർശനത്തിന് പോകും. ഗണപതി അമ്പലത്തിൽ ഗണപതി ഹോമം കാണും. ഓക്കെ, തൊഴും. പിന്നെ തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ ശിവനെ, പാർവതിയെ, പിന്നെ ശ്രീകൃഷ്ണനെ, അയ്യപ്പനെ, മുരുകനെ, നാഗദൈവങ്ങളെ തൊഴും. അവിടെ എല്ലാം തന്നെ ഓരോ മന്ത്രങ്ങൾ ചൊല്ലും. പിന്നെ അതിന് ശേഷവും കാര്യങ്ങളുണ്ട്. നമ്മൾ ആഹാരം കഴിക്കുന്നത്, എന്തൊരു ചായ കുടിക്കുന്നതിന് പോലും ഷാർപ്പ് ടൈം വെച്ച് നോക്കും. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല. അത് ചെയ്യാനൊക്കെ നിസ്സാരമായിട്ട് സാധിക്കും. പരിശ്രമിച്ചാൽ നടക്കും. കൃത്യനിഷ്ഠ പാലിക്കുക. ഷാർപ്പ്. രാവിലെ കുളിക്കുന്നതിന്, ഉണരുന്നതിന്, ഉറങ്ങുന്നതിന്, ആഹാരം കഴിക്കുന്നതിന്, കർമ്മങ്ങൾ ചെയ്യുന്നതിന് എല്ലാം തന്നെ ഷാർപ്പ് ടൈം വെച്ച് നോക്കുക. ഈശ്വരൻ നമ്മളെ ശ്രദ്ധിക്കും. ഇവനാൾ കൊള്ളാം, മര്യാദക്കാരനായി. പത്രത്തിലൊന്നും വരത്തില്ല. ഞാൻ ഡീസൻ്റായ കാര്യം പത്രത്തിലൊന്നും വരത്തില്ല. പക്ഷേ ഈശ്വരനെ അറിയും. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഷാർപ്പ് ടൈമിൽ 5:13 അല്ലെങ്കിൽ 5:31 കൃത്യം പ്രാർത്ഥിക്കുക. ഈശ്വരനെ അടുത്ത് വരുമ്പം വേണം പ്രാർത്ഥിക്കാൻ. ഓക്കെ, അതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ക്ഷേത്രം തുറന്നിരിക്കുന്ന സമയം മുഴുവൻ പറ്റുമെങ്കിൽ എല്ലാ മന്ത്രങ്ങളും നിങ്ങൾ മാറി മാറി ചൊല്ലുക. ഓരോ ദിവസത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ച്. പ്രത്യേകിച്ച് നമ്മൾ പിടിക്കേണ്ടത് ഓം നമഃ ശിവായ തന്നെയാണ്. ഓക്കെ, ചൊല്ലാൻ എളുപ്പം, എല്ലാവർക്കും അറിയാവുന്ന മന്ത്രമാണ്. പക്ഷെ അതിന് ഈ ലോകം കീഴടക്കാനുള്ള കരുത്തുണ്ട് ആ ചെറുമന്ത്രത്തിന്. പിന്നെ ക്ഷേത്രം അടഞ്ഞിരിക്കുമ്പോൾ
ശ്യാമളാദണ്ഡകം പിടിക്കുക. ശ്യാമളാദണ്ഡകത്ത് നമുക്ക് ക്ഷേത്രം അടഞ്ഞിരിക്കുമ്പോഴും ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 12 മണിക്കും ഒക്കെ ചൊല്ലാം. ശ്യാമളാദണ്ഡകം, മാണിക്യ വീണാമുപരാളയന്തി, മദാലസ മഞ്ജുള വാഗ്വിലാസം തുടങ്ങിയ ഓക്കെ. ഈ ശ്യാമളാദണ്ഡകം 27 തവണ ചൊല്ലുന്ന ന്യൂ ജനറേഷൻ കുട്ടികളുണ്ട് കേരളത്തിൽ. നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല, അവരൊക്കെ രഹസ്യമായിട്ട് ചെയ്യും. കാര്യങ്ങളൊക്കെ അവരൊക്കെ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരൊക്കെ ചെയ്യുന്ന എന്തുവാ, സൗകര്യം കിട്ടുമ്പോൾ കൃഷ്ണ ഗുരുവായൂരപ്പ ഒന്ന് രക്ഷിക്കുകയാണ്. അതായത് സൗകര്യമുള്ളപ്പോൾ, സമയവും കാലവും ഒന്നുമില്ല. പിന്നെ ക്ഷേത്രത്തിൽ പോകുന്നത് എപ്പോഴാണ്? അവധി ദിവസം സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഐഡിയ ഇടും, അമ്പലത്തിലും കൂടെ കയറിക്കളയാം. അതൊന്നും പറ്റത്തില്ല. അങ്ങനെ ആണെങ്കിൽ ഇടിവെട്ടും നടക്കത്തില്ല, മഴയും പെയ്യത്തില്ല, സൗഭാഗ്യവും വരത്തില്ല, ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഇല്ല, താക്കോൽ മേടിക്കണം. താക്കോൽ ഈശ്വരൻ്റെ കയ്യിലാണ്. ഓക്കെ, എനിക്ക് 2 താക്കോൽ കിട്ടിയിട്ടുണ്ട്. 2 കാറിൻ്റെ താക്കോൽ കിട്ടിയിട്ടുണ്ട്, 2 വീടിൻ്റെയും താക്കോൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ മതി. ബാക്കിയൊക്കെ ജനനന്മയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന കാശും ദക്ഷിണയായിട്ട് 10,000 രൂപ വരെ അയച്ചവരുണ്ട്. ഓക്കെ, 5,000, 3,000, 2,000, 1,000, 100, 50, 10, 1, ചിലർക്ക് 1 രൂപ പോലും ഇല്ല. സൗജന്യമായിട്ട് നമ്മൾ നോക്കിക്കൊടുക്കും. പക്ഷേ സംഭവിത അതിനൊക്കെ ആഴ്ചകളെടുക്കും. എനിവേ, അപ്പം സംഭവിത ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ അങ്ങോട്ട് ചെയ്യണം, അല്ലാതെ നടക്കത്തില്ല. അപ്പോൾ സംഭവം ഇതാണ്. വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്, നിരവധി മന്ത്രങ്ങളെക്കുറിച്ച് പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾ വാട്സാപ്പിൽ ഞാനുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഒരു പ്രശ്നമില്ല. വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി. 2, 3, 4, 5 ദിവസം കഴിഞ്ഞാലും ഞാൻ അതിന് മറുപടി ഇട്ടേക്കും, മറുപടി പറയേണ്ടതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇടിവെട്ട് സൗഭാഗ്യമാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഈശ്വരൻ്റെ അടുക്കെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന അവിടെ ആണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും നിരവധി കാര്യങ്ങൾ പറയാനുണ്ട്. പറയാനുള്ളതിനേക്കാൾ കൂടുതൽ, പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും തൽക്കാലം ഈ പറഞ്ഞതൊക്കെ വീഡിയോയുടെ ദൈർഘ്യം കൂടുമെന്ന് ഉറപ്പായിരുന്നു. എങ്കിലും പരമാവധി മിനിമൈസ് ചെയ്ത് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതൊക്കെ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക വാട്സാപ്പിൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മറ്റു വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ എപ്പോഴും ഇപ്പോൾ ആൾക്കാർക്ക് കണ്ടുപിടിച്ച് നോക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പുതിയതായിട്ടൊരു വീഡിയോ ചെയ്തത്. എനിവേ, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.